നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ വാഴത്തോപ്പ് അല്ലേ, വാഴത്തോപ്പിലുള്ള സെന്റ് ജോർജ് കത്തീഡ്രലിന് മുന്നിലുള്ള റോയ് ചേട്ടൻ്റെ ചായക്കടയിലാണ്. ഇവിടെ വന്നപ്പോഴാണ് നല്ല മണം വന്നപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് കയറി. സാധാരണ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കുമല്ലോ, ആരും അന്യരല്ലാത്തോണ്ട് റോയ് ചേട്ടൻ നമ്മളെ അടുക്കളയിലോട്ട് കയറ്റി. റോയ് ചേട്ടൻ എത്ര കാലമായി കച്ചവടം തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 15 വർഷമായി. ഇവിടെ നിൽക്കുന്ന സമയത്ത് മൂക്കിൽ ഇങ്ങനെ അടിച്ചു വരുന്നൊരു മണമുണ്ട്. എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സാധനമാണ്. പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ട് ഇത് എന്താ മീൻ ഏതാ? കേര. രാവിലെ തന്നെ കേര റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം അല്ലേ, ഇന്നലെ പിടിക്കുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത് കണ്ടോ എന്താണെന്ന്. ഇത് കേരയില് ഈ സാധനമാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ കൊടംപുളി അല്ലേ, കൊടംപുളി ഇട്ട് വറ്റിച്ച് ഇങ്ങനെ എടുത്തിരിക്കുന്ന കേരയുണ്ട്. നല്ല അപ്പം, നൈസ് അപ്പം രാവിലെ റെഡിയാണ്. പിന്നെ പൊറോട്ട ലൈവായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പൊറോട്ട ഉണ്ടല്ലോ, ഈ മണം ഉണ്ടല്ലോ, പൊറോട്ടയുടെ ഈ അടുപ്പ് തുറക്കുമ്പോൾ ഒരു മണം മലയാളിക്ക് ഈ മണം കഴിഞ്ഞിട്ട് മണേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ പൊറോട്ട അടിക്കണം എന്നൊരു കുറേ കാലമായിട്ടൊരു ആഗ്രഹമായിരുന്നു. റോയ് ചേട്ടൻ നമ്മളെ അനുവദിക്കും എന്നുള്ള എൻ്റെ പ്രതീക്ഷ. നമുക്കൊന്ന് ചുറ്റിയാലോ? ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് നമ്മൾ വീശാനൊന്നും നമുക്കറിയത്തില്ല, വീശി കഴിഞ്ഞാൽ പല വഴിക്ക് പോകും. ഇതങ്ങനെ ചേട്ടൻ ഒന്ന് കാണിച്ചത്. ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് ഇതിങ്ങനെ ചുറ്റുക അല്ലേ, ഇങ്ങനെ പിടിക്കുന്നു. ഇത് മാവ് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുക അല്ലേ, ഇതിങ്ങനെ ചുറ്റും. ഇവിടെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ആരെ ചുറ്റിക്കും? എന്താണ് റോയ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? തെരഞ്ഞെടുപ്പ് നമ്മൾ ആര് ജയിച്ചാലും നമ്മുടെ നാടിന്റെ വികസനമാണ് നമുക്ക് ആവശ്യം. നാടിന്റെ വികസനമാണ് നമുക്ക് ആവശ്യം. പണ്ട് 65 കയറിയ ജനങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടിയേറ്റ കർഷകരും വല്യപ്പന്മാരായിട്ടൊക്കെ നിങ്ങളുടെ തലമുറ കുടിയേറ്റമായിരുന്നു. 65 കാലഘട്ടത്തിൽ കയറിയതാണ്. അന്ന് മുതൽ നമ്മുടെ വാഴത്തോപ്പൊക്കെ ഇന്നും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നും ഒരു വ്യത്യാസങ്ങളില്ല. ഏത് പാർട്ടി വന്നാലും നമ്മുടെ നാടിന് വികസനം. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. റോയ് ചേട്ടന്റെ കട കുറെ കാലമായിട്ടുണ്ടോ ഇവിടെ? ഞാൻ 15 വർഷമായിട്ട്. 15 വർഷമായിട്ട്. രാവിലെ എത്ര മണിക്ക് എണീക്കും? കട പരിപാടി തുടങ്ങും രാവിലെ 5:30 കട ഓപ്പൺ ചെയ്യും. എന്തൊക്കെ വിഭവങ്ങളായി? പൊറോട്ടയായി, അപ്പമായി, നല്ല കേരയായി, ഇതായിരിക്കും നല്ല കുറുത്ത നമ്മുടെ പുളിശ്ശേരി ഇല്ലേ, പുളിശ്ശേരി അല്ലേ, പുളിശ്ശേരിയാണ്. ഇവിടുത്തേക്ക് പുളിശ്ശേരി കഴിച്ചിട്ടേ ചോറും ഈ കേരയും കൂടി ചേർത്തിട്ട് പിടിയുണ്ട്, ഒരു രക്ഷയില്ല. ഇത് ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് അല്ലേ, എന്നിട്ട് ഇത് നമ്മളിങ്ങനെ പരത്തും അല്ലേ. അതാണ്. അപ്പോൾ പരത്താൻ നമ്മൾ നിൽക്കുന്നില്ല, കാരണം നമ്മൾ ആൾക്കാർക്ക് കഴിക്കേണ്ട സാധനമാണല്ലോ.